Hello, welcome back to Learn and Grow. Today we are going to discuss about Hindi class 7. Okay. 7ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ എന്താ പറയുക നമ്മൾ ക്ലാസ് 7ലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമ്മൾ ഇംഗ്ലീഷ് ആൻഡ് സയൻസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് പോയി കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ആവശ്യമുണ്ട്. പ്ലീസ് സപ്പോർട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ ക്ലാസ് 7ലെ ഹിന്ദി ചാപ്റ്റർ, ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 1 പ്യാർ. ഓക്കെ, അതിലെ ഫസ്റ്റ് ഒരു കവിതയാണ്, ഒരു ചെറിയ കവിതയാണ് കൊടുത്തിട്ടുള്ളത്, ഖുദ് സേ പ്യാർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റർ ശോഭനാഥ് യാദവ്, ഖുദ് സേ പ്യാർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു തവണ ഇത് വായിച്ചു നോക്കാം. ചെറിയൊരു കവിതയാണ്. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. दरख्त अपनी फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. मैं खुद से इतना प्यार करूं कि ദേ സഖു പ്യാർ ദുനിയാ കോ ബി. ഓക്കെ, അപ്പോൾ ഒരു 4 പാരഗ്രാഫ് അല്ലെ ചെറിയൊരു പങ്ക്തിയുള്ള ഒരു പോയമാണ്. ശോഭനാഥ് യാദവാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഖുദ് സേ പ്യാർ. ഓക്കെ, ഖുദ് മീൻസ് എന്താണ്? ഖുദ് സേ പ്യാർ. ഖുദ് എന്ന് വെച്ചാൽ നമ്മൾ, മൈ സെൽഫ്. ഓക്കെ, സെൽഫാണ് നമ്മൾ, സ്വന്തം, നമ്മളെ തന്നെ സ്നേഹിക്കുക. ഖുദ് സേ പ്യാർ. പ്യാർ എന്ന് വെച്ചാൽ സ്നേഹം അല്ലേ? പ്യാർ സ്നേഹം. ഖുദ് എന്ന് വെച്ചാൽ സ്വയം. അപ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ഖുദ് സേ പ്യാർ ബൈ ശോഭനാഥ് യാദവ്. ഫസ്റ്റ് പോർഷൻ നോക്കാം. സൂരജ് അപ്നി ആഗ് സേ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ബി. ഇവിടെ സൂരജ് മീൻസ് എന്താണ്? സൂരജ് എന്ന് വെച്ചാൽ സൂര്യൻ അല്ലേ? സൺ. അപ്പനി ആഗ് സേ. ആഗ് മീൻസ് തീ അല്ലേ? ആഗ് മീൻസ് തീ, ഫയർ. ഓക്കെ, ഫയർ. ഇത്തനാ പ്യാർ. സൂരജ് സ്വന്തം തീയോട്. അപ്പോൾ ഇവിടെ തീ എന്ന് വെച്ചാൽ എന്താണ്? തീ മീനിങ് എന്തൊക്കെ വരും? സൂര്യൻ്റെ തീ എന്ന് വെച്ചാൽ സൂര്യൻ്റെ എനർജി അല്ലേ? എനർജിയും പിന്നെ ലൈറ്റും എനർജിയാണ് അല്ലേ സൂര്യൻ നമുക്ക് തരുന്നത്. അപ്പോൾ സൂരജ് അപ്പനി ആഗ് സേ. സൂര്യ അപ്പനി ആഗ് ഇतना प्यार करे कि वह दे सके आग दुनिया को भी. ആഗ് എഗെയിൻ വന്നിട്ടുണ്ട് അല്ലേ? ആഗിൻ്റെ ശരിക്കുള്ള മീനിങ് തീ അല്ലെങ്കിൽ ഫയർ ആണ്. പക്ഷേ ഇവിടെ സൂര്യൻ നമുക്ക് തീയാണ് തരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സൺലൈറ്റ് ആൻഡ് എനർജി അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു പങ്ക്തിയുടെ മീനിങ്? ദുനിയാ കോബി. ദുനിയ എന്ന് വെച്ചാൽ വേൾഡ് അല്ലേ? ഈ വേൾഡ്, ഈ ലോകം. അപ്പോൾ സൂരജ് അപ്പനി ആഗ് സേ. സൂര്യൻ തൻ്റെ ആഗ്, എനർജിയും സൺലൈറ്റിനെയും ഇത്രയും സ്നേഹിക്കുന്നു. ഇത്നാ പ്യാർ എന്ന് വെച്ചാൽ ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്? വഹ് ദേ സകി ആഗ് ദുനിയാ കോബി. ഈ ലോകത്തിന് മൊത്തം അത് എനർജിയും സൺലൈറ്റും അതിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത് അതിനെ തന്നെ സ്നേഹിക്കുകയാണ് അല്ലേ? സൂര്യനെ തന്നെ സ്നേഹിക്കുകയാണ്. നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ ഖുദ് സേ പ്യാർ. നമ്മൾ സ്വന്തം സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് സ്നേഹം പകരാൻ സാധിക്കൂ എന്നുള്ള ഒരു മീനിങ് ആണ് ഈ ഒരു കവിതയിൽ മൊത്തം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് പങ്ക്തി നോക്കാം. ദരഖ്ത് അപ്നെ ഫൂലോം സേ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോ ബി. ദരഖ്ത് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ? ദരഖ്ത് എന്ന് വെച്ചാൽ പേഡ്, ഓക്കെ, വൃക്ഷം, മരം. ദരഖ്ത് അപ്പനെ ഫൂലോം സേ. ഫൂല് പുഷ്പം, പൂക്കൾ, ഫ്ലവർ. സെ ഇത്നാ പ്യാർ കരേ കി. ഇത്രയും സ്നേഹം, പ്യാർ സ്നേഹം, കരേ കി വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോ ബി. അപ്പോൾ ദുനിയ എന്ന് വെച്ചാൽ വേൾഡ് എഗെയിൻ അല്ലേ? അപ്പോൾ ദരഖ്ത് വൃക്ഷം, മരം, അതിൻ്റെ പൂക്കളെ ഇത്രമേൽ സ്നേഹിക്കുന്നതിനാൽ അത് ഈ വേൾഡിന് മൊത്തം പൂക്കൾ തരാൻ സാധിക്കുന്നു. വഹ് ദേ സഗു എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് തരുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? സിമ്പിളാണ് അല്ലേ? ഓക്കെ,
नेक्स्ट, बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. ബാദൽ എന്താണ്? ബാദൽ എന്ന് വെച്ചാൽ മേഘം അല്ലേ, ക്ലൗഡ്സ്. അപ്പനെ ജൽസെ, ജലം അല്ലേ, വെള്ളം. ഇത്തന പ്യാർ കരേക്കി, ഇത്രയും സ്നേഹിക്കുന്നതിനാൽ വഹ് ദേശകെ ജൽ ദുനിയാ കോബി, ദുനിയ വേൾഡ്. അപ്പം എന്താണ്? ബാദൽ മേഘങ്ങൾ വെള്ളത്തെ, അതിനെ സ്വയം അല്ലേ, മേഘം എന്ന് വെച്ചാൽ ഒരു വെള്ളം തന്നെയാണ് അല്ലേ, അപ്പോൾ അതിനെ വെള്ളത്തെ ഭയങ്കര സ്നേഹിക്കുന്നതിനാൽ എന്താണ്? ഇത്തന പ്യാർ കരി, ഇത്രയും സ്നേഹിക്കുന്നതിനാൽ വഹ് ദേശകെ, അത് നമ്മൾക്ക് ദുനിയാവിന് മൊത്തം തരുന്നു, ഈ ലോകത്തിന് മൊത്തം തരുന്നു. എന്ത് തരുന്നു? മഴ തരുന്നു അല്ലേ. ബാദൽ എന്താ തരുന്നത്? മഴയാണ് അല്ലേ, റെയിൻ. ഓക്കെ, ജലം തരുന്നു. ഓക്കെ, നെക്സ്റ്റ്, मैं खुद से इतना प्यार करूँ कि दे सकूँ प्यार दुनिया को भी. അവസാനം പറയാണ്, ഞാൻ ഖുദ് സെ, അപ്പനെ ആപ്സെ, എന്നെ തന്നെ ഇത്രയും സ്നേഹിക്കുന്നതിനാൽ ദേ സകൂ പ്യാർ ദുനിയാ കോ ബി, ഞാൻ ഈ വേൾഡിനെയും എനിക്ക് എന്താണ്? സ്നേഹിക്കാൻ പറ്റും. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിനെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പോയം, കവിത. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ്, വഹ് ദേ സകെ ആഗ് യഹാ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇവിടെ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്താണെന്ന് നോക്കാം. വഹ് ദേ സകെ ആഗ് യഹാ ആഗ് സെ ക്യാ മത്ലബ് ഹേ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചില്ലേ, ഫസ്റ്റ് ലൈനിൽ സൂരജ് അപ്പനി ആഗ് സേ, ഇവിടെ. അപ്പോൾ ഇവിടെ ആഗിൻ്റെ മത്ലബ് എന്താണ്? ആഗ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞല്ലേ, സൂരജ് കി എനർജി എന്ന് വെച്ചാൽ ഊർജ്, സൺലൈറ്റ്, ലൈറ്റ് എന്ന് വെച്ചാൽ റോഷ്നി. അപ്പോൾ സൂരജ് കി റോഷ്നി, ഓക്കെ, സൂരജ് കി ഊർജ് ഓർ സൺലൈറ്റ് എന്ന് വെച്ചാൽ റോഷ്നി. ഓക്കെ, റോഷ്നി, ദസ് 2. सूरज की सनलाइट एंड रोशनी, इसका मतलब सूरज की ऊर्ज और रोशनी है. ओके, दरख्त से अपने क्या समझा. दरख्त എന്ന് വെച്ചാൽ पेड़ अपने क्या समझा. ओके, तो सेकेंड क्वेश्चन, दरख्त से अपने क्या समझा. दरख्त മീൻസ് എന്താണ്? ദരഖ്ത്, പേഡ് അല്ലേ, നേരത്തെ പറഞ്ഞു പേഡ്. ദരഖ്ത് മത്ലബ് പേഡ്. नेक्स्ट क्वेश्चन, खुद से प्यार करना के क्या अर्थ है अല്ലേ. खुद से प्यार करना എന്ന് വെച്ചാൽ എന്താണ്? खुद से प्यार നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക അല്ലേ, സെൽഫായിട്ട് സ്നേഹിക്കുക. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്? खुद से प्यार करना मतलब अपने आप को प्यार करना. ओके, अपने आप को प्यार करना है. नेक्स्ट, ജോഡോ അവർ വാക്യ ലിഖോ അല്ല, യോജിപ്പിച്ചത് ചേർക്കാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൂരജ് പേഡ് ബാദൽ. ഓക്കെ, ഇവിടെ दुनिया को पानी ऊर्ज फूल देता है. അപ്പോൾ സൂരജ് ദുനിയ കോ, ഇവിടെ നിന്ന് എന്താണ് ദേത്തി ഹു? സൂരജ് ദുനിയ കോ ഊർജ് ദേത്താ ഹേ. പേഡ് ദുനിയ കോ फूल देता है अല്ലേ, फूल. पेड़ दुनिया को फूल देता है. बादल दुनिया को पानी, बादल എന്ന് വെച്ചാൽ ക്ലൗഡ് दुनिया को पानी देता है. ओके, नेक्स्ट, पहचान और लिखो. जीवन का आधार है. ഓക്കെ, അപ്പോൾ ഇവിടെ 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജീവൻ കാ ആധാർ അല്ലേ, ജീവൻ്റെ ആധാരം എന്തൊക്കെയാണ്? സൺ അല്ലേ, സൂരജ്, പേഡ്
ഓർ ബാദൽ. ഇതൊക്കെ ജീവൻ്റെ ആധാരമാണ് അല്ലേ, നമ്മളെ ഈ ലോകത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് അല്ലേ. സൺ എനർജി, ലൈറ്റൊക്കെ തരുന്നു, പേട് എന്ത് തരുന്നു അല്ലേ, ബാദൽ. ഇതൊക്കെ നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ എഴുതി കൊടുക്കാം കേട്ടോ, സൂരജ്, പേട് നമ്മൾ നേരത്തെ എഴുതിയിരുന്നില്ലേ. നെക്സ്റ്റ്, आशिम पढ़ो और पंक्तियाँ छूटो. कवि चाहता है सूरज अपनी ऊर्ज से प्यार करे और संसार को ऊर्ज प्रदान करे. मेघ अपनी पानी से प्यार करे और प्रकृति की प्यास बुझाए. ഓക്കെ, എന്താണ് ഇതിൻ്റെ ആശയം? എന്താണ്? സൂര്യൻ അപ്പനി ഊർജ്, സൂരജ് അപ്പനി ഊർജ്, സൂര്യൻ അപ്പനി തൻ്റെ എനർജിയെ ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ട് എന്താണ് ഈ സംസാർ എന്ന് വെച്ചാൽ ലോകം, ഈ ലോകത്തിന് മൊത്തം ഊർജം കൊടുക്കാൻ കഴിയും. പ്രധാൻ കരേ, ഈ ലോകത്തിന് മൊത്തം ഊർജം കൊടുക്കുന്നുണ്ട്. മേഘ് അപ്പനി പാനി സെ ഇത്നി പ്യാർ കറോ और പ്രകൃതി की प्यास बुझाए എന്ന് വെച്ചാൽ മേഘം അല്ലേ, മേഘം ക്ലൗഡ് സ്വന്തം അപ്പനി ആപ്സ് ഇത്ര പ്യാർ കരെ, ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് പ്രകൃതിക്ക് മൊത്തം എന്താണ്, പ്രകൃതിയുടെയൊക്കെ ദാഹം അകറ്റുന്നു. പ്യാസ് ബുച്ചാഹെ, അതാണ് ദാഹം അകറ്റുന്നു. ഓക്കെ, പ്യാസ് ബുച്ചാഹെ, ദാഹം അകറ്റും. नेक्स्ट, दुनिया को कैसे प्यार करेगी अपने विचार लिखो. ഓക്കെ, അപ്പം നമ്മൾ ദുനിയാക്കോ എങ്ങനെയാണ്, ഇപ്പോൾ സൂരജ് എങ്ങനെയാണ് ഈ ദുനിയാവിനെ ഈ വേൾഡിനെ പ്യാർ ചെയ്യുന്നത്. അപ്പോൾ സൂരജ് എന്തൊക്കെ തരുന്നു നേരത്തെ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ കുറേ പ്രാവശ്യം. എന്താണ്? സൺലൈറ്റ്. സൂരജ് എന്തൊക്കെ തരുന്നു? ഊർജ് ഓർ ഊർജ്, അതിന് റോഷ്നി അല്ലേ. നെക്സ്റ്റ്, പേട് എന്തൊക്കെ തരുന്നു? ഫൂൽ. നെക്സ്റ്റ് എന്താണ്? ഷെയ്ഡ് അല്ലേ, ഷെയ്ഡ്. നമുക്ക് പേട് തണൽ തരും അല്ലേ, അപ്പോൾ എങ്ങനെയാണ്? ചായ. പിന്നെന്താണ്? നമുക്ക് ഫുഡും തരും അല്ലേ, പേടിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് തരും. ഫൽ ദേത്തി ഹേ അല്ലേ, അതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ്, ബാദൽ എന്താണ്? ജൽ ദേത്തി ഹേ. പിന്നെ ബാദലും നമുക്ക് ഷെയ്ഡ് തരും അല്ലേ, ഷെയ്ഡ് ചായ. ഓക്കെ, ഷെയ്ഡ് ചായ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അവസാനം ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എന്താണ്, കവിതയെക്കുറിച്ചുള്ള കവിതാക്ക് ആശയിലേക്കോ, പിന്നെന്താണ്, കവിതാക്ക് ആശയ്ക്ക് ആധാർ പർ ചിത്ര ഖീച്ചേ. ഈ കവിതയുടെ നമുക്ക് ഇതിനെ മനസ്സിലാക്കിയിട്ട് ഒരു ചിത്രം വരയ്ക്കാനാണ്. ഓക്കെ, ഒരു വൃക്ഷം വരച്ചു. വൃക്ഷത്തിൽ നിറയെ എന്താണ് നമുക്ക് തരുമെന്ന് പറഞ്ഞത്? ഫൂൽ അല്ലേ. അപ്പോൾ ഓരോരു പൂക്കളും നമുക്ക് വരച്ചു കൊടുക്കാം. പൂക്കൾ മാത്രമല്ല അല്ലേ, നമുക്ക് ഫൽ തരും അല്ലേ, ഒക്കെ തരും. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ബാദൽ, മേഘങ്ങൾ. പിന്നെന്താണ്? സൺ അല്ലേ, സൺ. പിന്നെന്താണ്? ബാദൽ എന്ത് തരും? പാനി അല്ലേ, പാനി. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ വരയ്ക്കാം അല്ലേ. പിന്നെ ഇവിടെ ഗ്രാസൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അപ്പനെ ആപ്സ് സെൽഫ് പ്യാർ അല്ലേ, നമ്മൾ ഖുദ്സെ പ്യാർ കരേഗി എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ ഒരു കുട്ടിയുണ്ട്, അവളെ തന്നെ സ്നേഹിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ,
Okay, bye bye. See you next class.